ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ബയോളജി എക്സാം ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം? എൻ്റെതെന്ന് പറഞ്ഞാൽ ബോട്ടണി എനിക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഞാൻ പറയാം ഒരു 12ാമത്തെ ആ ഒരു എക്സ്പാൻഡ് അബ്രിവേഷൻ RUBP അത് തൊട്ട് 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് ഡൗട്ടുള്ളതായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പോൾ A പാർട്ട് അറിയാമെങ്കിൽ B പാർട്ട് അറിയില്ല. ഇപ്പോൾ RUBPയുടെ എക്സ്പാൻഷൻ അറിയാം, പക്ഷേ അതിൻ്റെ റോളൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പേരറിയാം, പക്ഷേ അത് ആ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഡൗട്ടുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ എൻസൈം അറിയാം, പക്ഷേ ആ കോമ്പൗണ്ട് ഡൗട്ടുണ്ട്. 15 ഒരുവിധമൊക്കെ അറിയാമായിരുന്നു, ബോൾട്ടിങ്ങിൻ്റെ ഇതൊക്കെ അറിയാമായിരുന്നു. പിന്നെ 16 സത്യം പറഞ്ഞാൽ എനിക്ക് നേരെ അത് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ ഗസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും അത് എഴുതി, അത് ആൻസർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. പിന്നെ 3 മാർക്കിൻ്റെ സെക്ഷൻ നല്ല ഈസിയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണി അത്ര പാടുന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേജാണ്. ഒരു 2-3 ക്വസ്റ്റ്യൻ്റെ ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈസി ആയിരിക്കുമോ അതോ കുറച്ച് പാട് ലെവലാണോ എന്ന് പറയാൻ പറ്റും. ഇപ്പം എന്തായാലും എൻ്റെ 2ൻ്റെയും മീഡിയം ലെവലിൽ നിൽക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സുവോളജി എനിക്ക് നല്ല ഈസി ആയിരുന്നു. സുവോളജി നല്ല ഈസി ആണെന്ന് വെച്ചാൽ 1 വേർഡ് ആയാലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും അത്യാവശ്യം നല്ലപോലെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് പലതും എന്താ പറയുക, ഇന്നലെയും മിനിയാന്നുമായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേപോലെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ PYQ ലെവലിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് എന്തായാലും ഒരുവിധം ഈസി ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് ആകെ റിബ്സിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം അറിയില്ലായിരുന്നു. അതായത് മറ്റേ ഡിഫറെൻറ്റ് കമ്പണൻസ് ഓഫ് റിബ് കേജ്, പിന്നെ സം റിബ്സ് ആർ ബയോസെഫാലിക്കോ അങ്ങനെ എന്തൊരു പോർഷൻ തന്നിട്ടുണ്ട്, അതെനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് ഓപ്ഷണൽ ആയതുകൊണ്ട് സീൻ വന്നില്ല. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ബോട്ടണി ഒരു ഇപ്പോൾ ആവറേജ് ആയിരുന്നു, പിന്നെ സുവോളജി അത്യാവശ്യം ഈസി ആയിരുന്നു. അപ്പോൾ അധികം സീനില്ലാത്തൊരു എക്സാം എന്ന് തന്നെ പറയാൻ പറ്റും. ആൻസർ കൂടെ നോക്കിയാൽ കറക്റ്റ് പറയാൻ പറ്റും. എന്തായാലും ഇനി മറ്റന്നാൾ ഫിസിക്സ് ആണല്ലോ, അപ്പോൾ ഇന്ന് വൈകിട്ട് തൊട്ട് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലേ പറ്റും. ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പിന്നെ നിങ്ങളുടെ ഫിസിക്സ് പ്രിപ്പറേഷൻ എന്തായി? അപ്പോൾ എല്ലാവർക്കും ഈസി ആയിരുന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.